പാലക്കാട് ജില്ലാ ഹോസ്പിറ്റലിൽ നിന്ന് പറ്റിയൊരു പിഴവാണ് കുട്ടിക്ക്. കുട്ടിയെ സംബന്ധിച്ച് അവളുടെ ഏറ്റവും ഒരു ആശ്രയമാണ് അവൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. കുട്ടിയുടെ കൃത്രിമ കൈ വെച്ച് കൊടുക്കും, അങ്ങനെ ഒരു ഉറപ്പ് തന്നുകൊണ്ട് അവർ പറയുന്ന ബാലനികേതൻ എന്ന് പറയുന്നൊരു പദ്ധതിയിൽ അതിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. കുട്ടിയുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ സർക്കാർ ഏറ്റെടുക്കണമെന്നുള്ള ആവശ്യമാണ് നമ്മൾ ഉന്നയിക്കുന്നത്. ആരോഗ്യ മേഖലയിൽ സംഭവിച്ച ഇത്തരത്തിൽ അനാസ്ഥ മൂലമുണ്ടായ ഒരു പിഴവിൽ ആ കുട്ടിക്ക് കിട്ടേണ്ട മതിയായ ഒരു തുകയല്ല അത് ലഭിച്ചിരിക്കുന്നത്. നമസ്കാരം. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലം 9 വയസ്സുകാരിയുടെ വലത് കൈ നഷ്ടപ്പെട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 24-ലാണ് ഈ ഒരു ദാരുണ സംഭവം കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അന്ന് ഈ സംഭവം നടന്നപ്പോൾ ജില്ലാ ആശുപത്രി അധികൃതർ ഈ ഒരു ചികിത്സാ പിഴവ് സമ്മതിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ സംസ്ഥാന സർക്കാർ ഈ കുട്ടിക്ക് നഷ്ടപരിഹാരം ഉൾപ്പെടെ ഉള്ളവ വാഗ്ദാനം ചെയ്തിരുന്നു. എന്തായാലും അതൊന്നും തന്നെ നിലവിൽ പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ 9 വയസ്സുകാരിയുടെ കുടുംബവും ചില സാമൂഹിക സംഘടനകളും നിലവിലിപ്പോൾ മുഖ്യമന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും കാണുവാൻ വേണ്ടി തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. അവർ ഇപ്പോൾ മറുനാടനൊപ്പം ചേരുകയാണ്. നിലവിൽ മന്ത്രിയെ കണ്ടിട്ടില്ല. മന്ത്രി കുണ്ടറയിലൊരു ഹോസ്പിറ്റൽ ഇനാഗ്രേഷന് പോയിരിക്കുകയാണ്. മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് കണ്ടിരിക്കുന്നത്. അപ്പം തുടർന്ന് മുന്നോട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇതുവരെ നടപടിയൊന്നും ആയിട്ടില്ല, അതിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി നൽകാനായിട്ട് വന്നതാണ് കുട്ടിയുടെ വിഷയത്തിൽ. അപ്പം നമ്മളത് സംസാരിച്ചു. കുട്ടിയുടെ വിദ്യാഭ്യാസമാണ് മെയിൻ എന്നുള്ളത്. കുട്ടിയുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ സർക്കാർ ഏറ്റെടുക്കണമെന്നുള്ള ആവശ്യമാണ് നമ്മൾ ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ബാക്കിയുള്ള കാര്യങ്ങൾ, അവരുടെ മുഖ്യമന്ത്രിയെ കണ്ടുകൊണ്ട് നമ്മൾ നിവേദനം കൊടുത്തിരുന്നു. അതായത് ഈ പറയുന്ന ഹോസ്പിറ്റൽ, ഇത് പാലക്കാട് ജില്ലാ ഹോസ്പിറ്റലിൽ നിന്ന് പറ്റിയൊരു പിഴവാണ് കുട്ടിക്ക്. അപ്പോൾ അതിൻ്റെ മാതൃകാപരമായ നടപടി ഇതുവരെ അവർക്കെതിരെ എടുത്തിട്ടില്ല എന്നൊരു പരാതി നമ്മൾ ഉന്നയിച്ചിട്ടുണ്ട്. പിന്നെ കുട്ടിയുടെ വിദ്യാഭ്യാസം കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഒരു എസ്.സി കുടുംബമാണ് അവർ. അപ്പോൾ അവരുടെ ഈ കുട്ടിയുടെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ അവരുടെ പിതാവാണെങ്കിൽ പോലും കുറേ നാൾ ജോലിക്കൊന്നും പോകാൻ വയ്യാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കിട്ടിയിരിക്കുന്ന ധനസഹായം എന്ന് പറയുന്നത് കുട്ടിയെ സംബന്ധിച്ച് അവളുടെ ഏറ്റവും ഒരു ആശ്രയമാണ് അവൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കിട്ടിയിരിക്കുന്ന ധനസഹായം എന്ന് പറയുന്നത് മതിയായ ഒരു ധനസഹായം അവർക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നമ്മൾ മുഖ്യമന്ത്രിയെ കണ്ടുകൊണ്ടും അല്ലെങ്കിൽ ആരോഗ്യമന്ത്രിയെ കണ്ടുകൊണ്ടും പരാതി കൊടുത്തിരിക്കുന്നത്. ധനസഹായം നൽകുമെന്ന് മന്ത്രി ആദ്യം പറഞ്ഞിരുന്നു. ധനസഹായം നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്ക് കിട്ടിയിരിക്കുന്ന തുക എന്ന് പറയുന്നത് ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും 2 ലക്ഷം രൂപ കിട്ടിയെന്നാണ് പറയുന്നത്. പക്ഷേ ഒരു ഇത്തരത്തിലൊരു അവസ്ഥ, ആരോഗ്യ മേഖലയിൽ സംഭവിച്ച ഇത്തരത്തിലുള്ള അവസ്ഥയ്ക്ക് അല്ലെങ്കിൽ അവരിൽ നിന്നുണ്ടായ ഒരു പിഴവ്, അവരുടെ ഒരു അനാസ്ഥ മൂലമുണ്ടായ ഒരു പിഴവിൽ ആ കുട്ടിക്ക് കിട്ടേണ്ട മതിയായ ഒരു തുകയല്ല അത് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഹോസ്പിറ്റൽ അധികാരികൾ അന്ന് ഈ ചികിത്സാ പിഴവ് സമ്മതിച്ചിരുന്നു. അവർ അത്തരത്തിലൊരു നിലപാട് അവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ അവരത് പൂർണ്ണമായും അതൊരു അംഗീകരിക്കാത്തൊരവസ്ഥയിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് പൂർണ്ണമായും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കും. നിലവിൽ ഇപ്പോൾ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയെ കണ്ടു എന്നാണ് പറഞ്ഞത്. അവരുടെ ഒരു നിലപാട് എന്താണ്? അവരെന്താണ് പറയുന്നത്? കുട്ടിയെ സ്കോളർഷിപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, സെൻട്രൽ ഗവൺമെൻറ് സ്കോളർഷിപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. പിന്നെ അതുപോലെ തന്നെ കുട്ടിയുടെ കൃത്രിമ കൈ വെച്ച് കൊടുക്കും എന്നൊരു അങ്ങനെ ഒരു ഉറപ്പ് തന്നുകൊണ്ട് അവർ പറയുന്ന ബാലനികേതൻ എന്ന് പറയുന്നൊരു പദ്ധതിയിൽ അതിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സെൻട്രൽ സ്കോളർഷിപ്പിൽ ഉൾപ്പെടുത്തിയതിൻ്റെ ഒരു പേപ്പർ മാത്രമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ബാലനികേതൻ ഉൾപ്പെടുത്തിയതിൻ്റെ പേപ്പർ നമുക്ക് ലഭ്യമായിട്ടില്ല. ഇത്തരത്തിൽ നിരവധി കേസുകൾ നമ്മുടെ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ തുടർന്ന്, അതായത് ഈ ഒരു കാര്യത്തിൽ തീരുമാനമാകുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഒരു തീരുമാനം എന്തായി? നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ അത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് മതിയായ കാര്യങ്ങളല്ല ലഭ്യമാകുന്നതെങ്കിൽ നമ്മൾ അതിൻ്റെ തുടർ നടപടി എന്ന പോലെ കുട്ടിക്ക് നീതി ലഭിക്കുന്നത് വരെ നമ്മളെ കുട്ടിയോടൊപ്പം നിന്നുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. കഴിഞ്ഞ സെപ്റ്റംബർ 24-ലാണ് പാലക്കാട് പല്ലസന സ്വദേശി വിനോദിൻ്റെ മകൾ വിനോദിനിക്ക് കളിക്കുന്നതിനിടെ വീണ് കൈക്ക് പരിക്കേറ്റത്. ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കുട്ടിയെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് അയച്ചു. അവിടെ കൈക്ക് പ്ലാസ്റ്റർ ഇട്ട് വിട്ടു എങ്കിലും പിന്നീട് നീർക്കെട്ടും കടുത്ത വേദനയും അനുഭവപ്പെട്ടു. വീണ്ടും ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഡോക്ടർമാർ ഗൗരവമായി എടുത്തിട്ടില്ല എന്ന് കുടുംബം ആരോപിച്ചിരുന്നു.
ഒടുവിൽ കൈയുടെ നിറം മാറി സ്ഥിതി വഷളായതോടെ കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. അവിടെ വെച്ചാണ് അണുബാധ രൂക്ഷമായതിനെ തുടർന്ന് കുട്ടിയുടെ വലതു കൈ മുറിച്ചു മാറ്റിയത്. നേരത്തെ ഈ സംഭവത്തിൽ ആശുപത്രി അധികൃതർക്കും ഡോക്ടർമാർക്കും വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന നിലപാടിലായിരുന്നു DMO. എന്നാൽ സർക്കാർ നിയോഗിച്ച പ്രത്യേക വിദഗ്ധ സമിതി കുട്ടിയുടെ കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അന്വേഷണം നിലച്ചു എന്ന കുടുംബത്തിന്റെ പരാതിക്ക് പിന്നാലെയായിരുന്നു സമിതി മൊഴിയെടുക്കാൻ അന്ന് തീരുമാനിച്ചത്. കുട്ടിയുടെ മുറിവ് രേഖപ്പെടുത്തുന്നതിലോ ആന്റിബയോട്ടിക് നൽകുന്നതിലോ ഗുരുതര വീഴ്ചയുണ്ടായി എന്ന് മെഡിക്കൽ രേഖകൾ സൂചിപ്പിക്കുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സർഫറാസ്, ജൂനിയർ റെസിഡന്റ് ഡോക്ടർ മുസ്തഫ എന്നിവരെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. എന്തായാലും സർക്കാർ ആദ്യഘട്ടത്തിൽ കുട്ടിക്ക് ആവശ്യമായ ധനസഹായം നൽകും എന്ന് പറഞ്ഞുവെങ്കിലും അതൊന്നും പാലിക്കാൻ തയ്യാറായില്ല. ഇതിന് പിന്നാലെയാണ് പാലക്കാട് നിന്നും കുട്ടിയുടെ കുടുംബം ഉൾപ്പെടെയുള്ള സംഘം നിലവിലിപ്പോൾ മുഖ്യമന്ത്രിയെയും ആരോഗ്യമന്ത്രിയെയും കാണുവാൻ വേണ്ടി തലസ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇനിയെങ്കിലും ഇതിനൊരു പരിഹാരം കാണാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് കുടുംബം തലസ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.